ഇടുക്കി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ചിരട്ട വട്ടയപ്പം സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് പച്ചരി എടുക്കുന്നുണ്ട് കേട്ടോ. 250 ml എടുക്കുന്നത്. 2 കപ്പ് എടുക്കുന്നുണ്ട്. നല്ല പച്ചരി തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിത് നല്ല രീതിയിലൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തലേദിവസം ഇട്ട് വയ്ക്കുവാണെങ്കിൽ, രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമായിരിക്കും നല്ലത്. അപ്പോൾ രാവിലെയാണ് ഞാനിത് റെഡിയാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയൊന്ന് പാനിയാക്കി വെക്കാം. ഞാനിവിടെ 3 വലിയ കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കുക. പഞ്ചസാര ചേർത്തല്ല കേട്ടോ, ശർക്കര ചേർത്താണ് ഞാൻ ഈ വട്ടയപ്പം റെഡിയാക്കുന്നത്. പാനി നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുക. അതുകൊണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമുക്ക് ആവശ്യങ്ങൾക്കെടുത്ത് വേഗം തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ച് മെൽറ്റാക്കി അരിച്ച് മാറ്റി വയ്ക്കാം. നമ്മളുടെ അടുത്ത് കരിപ്പട്ടിയാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അത് ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ പഞ്ചസാര ഞാൻ ചിരട്ട വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ സാധാരണ ചേർക്കാറില്ല. പിന്നെ ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്തും ഉണ്ടാക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ 4 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് പച്ചരി ആയിരുന്നു എടുത്തിരുന്നത്. 4 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൽ നമ്മൾ 2 കപ്പ് പാല് പിഴിഞ്ഞ് പാലെടുക്കുക. 2 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാനും വേണം, അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാനും വേണേ. അപ്പോൾ 4 കപ്പ് തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു തേങ്ങയും കുറച്ചും കൂടിയൊക്കെ വേണ്ടി വരും കേട്ടോ. അത്രയൊക്കെ എടുക്കുവാണെങ്കിൽ, തേങ്ങ കൂടുതൽ ചേർക്കുവാണെങ്കിൽ നമ്മളുടെ വട്ടയപ്പം നല്ല ടേസ്റ്റിൽ കിട്ടും. അപ്പം വട്ടയപ്പത്തിൻ്റെ രുചി തേങ്ങാപ്പാലിലും അതുപോലെ തന്നെ അത് പിഴിയുന്നതിലും ഒക്കെ കാര്യമാണ്. അതുകൊണ്ട് തേങ്ങ നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞ് പാലൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കാവേ. ബാക്കിയുള്ള തേങ്ങ നമുക്ക് അരയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകവും ഏലക്കയും കൂടി റെഡിയാക്കുക എന്നുള്ളതാണ്. ചില ഭാഗങ്ങളിലെ ആൾക്കാർ ജീരകം ചേർക്കാറില്ല, ഏലക്ക മാത്രമേ ചേർക്കാറുള്ളൂ. ഞാൻ ഏലക്കയും ജീരകവും ചേർക്കാറുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 10 ഏലക്കയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഏലക്കയും ജീരകവും കൂടി ഒന്ന് പൊടിച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു വട്ടയപ്പത്തിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു വട്ടയപ്പം നിങ്ങൾക്ക് റെഡിയാക്കി നോക്കാവേ. ഇനി നമുക്ക് ആ ഏലക്കയും ജീരകവും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുക്കുവാണെങ്കിൽ കുറച്ച് വേഗത്തിൽ പൊടിഞ്ഞും കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ മണവും അതിൻ്റെ ഗുണവും ഒക്കെ ഇരട്ടിക്കും. അതുപോലെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വട്ടയപ്പത്തിന് നല്ലൊരു മണം കിട്ടും. അപ്പം ഞാനിവിടെ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ, പൊടിച്ചാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ നല്ല ചൂടായിരിക്കുന്ന ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി നല്ല രീതിയിൽ അതൊന്ന് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇതിലേക്കൊക്കെ ഇവിടെ ഞാൻ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഇത് അരിച്ച് വേണം നമ്മളുടെ വട്ടയപ്പത്തിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മളുടെ വട്ടയപ്പത്തിന് മാവ് റെഡിയാക്കാം. കണ്ടോ, അരി ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഞെക്കുമ്പോഴത്തേനും അങ്ങ് പൊടിഞ്ഞു പോകും. ആ രീതിയിൽ നമുക്ക് അരി കുതിർത്തെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാണ് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് അരയ്ക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് തന്നെ അരയ്ക്കുവാണെങ്കിൽ നമ്മുടെ വട്ടയപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം കളക്ട് ചെയ്ത നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അത് നമുക്ക് നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഒരു ബൗളിലേക്ക് അരച്ചൊഴിക്കാം കേട്ടോ. അപ്പം വെള്ളം കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനി നമുക്ക് നമ്മളുടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പാനിയിലാണ് കേട്ടോ ബാക്കിയുള്ള അരി അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മളുടെ ശർക്കര പാനി ഉണ്ടല്ലോ അതിനകത്ത് അരച്ചെടുക്കാം. അപ്പം പാകത്തിന് മധുരമൊക്കെ ആയി കിട്ടും കേട്ടോ. വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഒരുപാട് വെള്ളമായി പോവരുത്.
അപ്പോൾ അതായത് ഞാൻ ഇനി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷവും നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. വലിയ രീതിയിൽ അങ്ങ് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവണ്ട, കുറച്ച് തരിതരിപ്പോട് കൂടി തന്നെ നമുക്ക് തേങ്ങയും കൂടി ചേർത്തും ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പൊടിയുണ്ടല്ലോ, അത് അരിച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചൊവ്വയൊക്കെ ഇഷ്ടമില്ല എന്നുള്ളവർ കുറയ്ക്കാം, കുറച്ച് കൂടുതൽ നിൽക്കണം എന്നുള്ളവർ 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാവേ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എങ്കിലാണ് നമ്മൾ നല്ല രീതിയിൽ അത് നമ്മളുടെ വട്ടയപ്പം ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വെള്ളച്ചൊവ്വയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, അത് ഉപ്പ് ചേർക്കാത്തതുകൊണ്ടാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, അതും കൂടെ അതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ മാവ് അരച്ചെടുക്കാനായിട്ട്. നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയിലാണ് ആ മാവ് വേണ്ടത്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിക്കാൻ ആവശ്യമായ സംഭവമാണ് കേട്ടോ. ഞാനിവിടെ എൻ്റെ അടുത്ത് അപ്പമാവ് ഉള്ളതുകൊണ്ട് അപ്പമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, അതായത് പുളിമാവാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ട് കയ്യിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്ത് ഈസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ യാതൊരു പ്രശ്നമില്ല, ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒന്ന് വെള്ളത്തിൽ ഇച്ചിരി ചാലിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിമാവ് ഉള്ളതുകൊണ്ട് ഞാൻ പുളിമാവിലാണിത് പുളിക്കാനായിട്ട് മാറ്റി വെച്ചത്. അപ്പം ആ വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള പുളിക്കാൻ ആവശ്യമായുള്ള സംഭവം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടിലൊക്കെ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ കൈകൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യാറുള്ളത്. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചതേ ഉള്ളൂ. കൈകൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിങ്ങിലും കാര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വട്ടയപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പുളിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു 7 മണിക്കൂറെങ്കിലും മസ്റ്റായിട്ടും പുളിക്കണം കേട്ടോ. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മൾ വട്ടയപ്പത്തിന് കിട്ടുള്ളൂ, സോഫ്റ്റും കിട്ടുള്ളൂ. അപ്പോൾ ഒരു 7 മണിക്കൂറിന് ശേഷം മാത്രം വട്ടയപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ, എങ്കിലാണ് നല്ല സോഫ്റ്റായി നമ്മളുടെ വട്ടയപ്പം കിട്ടത്തുള്ളൂ. അപ്പം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം 7 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പുളിച്ച് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ആ വെക്കുന്ന മാവിനേക്കാളും കുറച്ച് പൊങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അത്രയും നേരം തന്നെ നമുക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവിന് വേണ്ടത്. ഇനി നമുക്ക് നമ്മളുടെ പ്രധാനപ്പെട്ട ഐറ്റമായ ചിരട്ട എടുക്കാം. നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിരട്ട ഇതുപോലെ കഴുകി ചിരട്ടയുടെ പുറം ഭാഗവും കഴുകണം, ഉൾവശവും കഴുകണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ വട്ടയപ്പം മാവ് ഒഴിച്ച് ചിരട്ടയിലുണ്ടാക്കുന്ന വട്ടയപ്പത്തിന് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഞാനിത് കുഞ്ഞുനാൾ കഴിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈസ്റ്ററിന് പെസഹായ്ക്കൊക്കെ അപ്പം പുഴുങ്ങുന്ന സമയത്ത് വട്ടയപ്പം ഞങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുമായിരുന്നു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ. ആ ഒരു സമയത്തെ ഓർമ്മയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മളുടെ ചിരട്ടയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 3 ചിരട്ടയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് എൻ്റെ സ്റ്റീമറിനകത്തേക്ക്. ഇനി നമുക്ക് നമ്മളുടെ മാവ് ഒഴിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളുടെ ചിരട്ടയിൽ നിന്ന് നല്ല രീതിയിൽ വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ വട്ടയപ്പം ഉണ്ടായി വരുമ്പം. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ കുക്ക് ചെയ്തപ്പോഴത്തേനും കണ്ടോ നല്ല രീതിയിൽ വട്ടയപ്പം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം നമ്മൾ തുറന്നും കൂടി വെച്ചൊന്ന് സ്റ്റീം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറി നല്ല രീതിയിൽ നമ്മുടെ വട്ടയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ വെന്ത വട്ടയപ്പത്തിനെ ഒരു 3 മിനിറ്റും കൂടി ഒന്ന് തുറന്നു വെച്ചും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിപ്പോൾ ആവിയിൽ വെക്കുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മൾ പഴം പുഴുങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സിമ്പിളാണ്. അങ്ങനെ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു വട്ടയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് 3 വീഡിയോസൊക്കെ കാണുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വീഡിയോസൊക്കെ കാണുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.